നൗലിൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ തലേന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ ആരും ഇല്ല കേട്ടോ, എല്ലാവരും പോയേക്കാണ് ഫേഷ്യൽ ചെയ്യാനായിട്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു നൗലിൻ്റെ വീട്ടിൽ പോയിരിക്കാം. നൗലിൻ്റെ അനിയൻ മാത്രമല്ലായിരുന്നു കേട്ടോ. കാര്യം ആൽഫയുടെ കസിൻസിൻ്റെ വീട് നൗലിൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒന്ന് അങ്ങോട്ട് പോകാമെന്ന്. കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയിച്ച് നമ്മൾ നേരെ നമ്മുടെ എൻഗേജ്മെൻറ്റ് വീട്ടിൽ പോയിട്ടോ. പക്ഷെ കാര്യം എന്താണ്, നമ്മൾ കാണാൻ വിചാരിച്ച ആൾക്കാർ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൂടെ ബേക്കറിൽ +1 +2 പഠിച്ചിരുന്ന കൊമേഴ്സ് ബാച്ചിലൊരു കുട്ടി അവിടെ ഉണ്ട് കേട്ടോ. ആളാണ് നമുക്ക് ഡ്രസ്സൊക്കെ കാണിച്ചു തന്നെ. ഡ്രസ്സ് എംലോഫ്റ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അതിൻ്റേതായ ഭംഗി ആ ഡ്രസ്സിനുണ്ടായിരുന്നു കേട്ടോ. കാര്യം നമ്മൾ നല്ല പോസ്റ്റായിരുന്നു. പിന്നെ ഇവളുള്ളത് കൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കും. ഇപ്പം ഏകദേശം ഒരു നല്ല സമയമൊക്കെ ആയി, ഒരു 7 മണി 7 ആയപ്പം ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. ചേച്ചിയുടെ അമ്മ വന്നു, പിന്നെ കസിൻസ് വന്നു. അപ്പോൾ കസിൻസിലെ ഒരു കുട്ടിക്ക് മൈലാഞ്ചി ഇടാൻ ഭയങ്കര ആഗ്രഹം കിട്ടും. കാര്യം എനിക്കും അറിയത്തില്ല, അവിടെയുള്ള ആർക്കും തന്നെ മൈലാഞ്ചി ഇടാൻ അറിയത്തില്ല. കാര്യം മൈലാഞ്ചി ഇടാനൊക്കെ കാണുന്നത് ഇഷ്ടമാണെങ്കിലും ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ അതിൻ്റേതായ പോരായ്മ ഉണ്ടാകുമെന്ന് ഞാൻ ആദ്യം തന്നെ അവളോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് നല്ല അഭിപ്രായം പറയുന്നത് കേട്ടോ. അതിന് സന്തോഷമാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് അവസാനമായിട്ടോ. ചേച്ചി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നൗലിലും വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങളുടെ ഫേസിൽ കാണുന്നത് കേട്ടോ. കാര്യം നല്ല ലേറ്റ് ആയതുകൊണ്ട് ചേച്ചിയുടെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വൈകിയെന്ന്. കാര്യം ഫേഷ്യൽ ചെയ്യാൻ പോയതാണെങ്കിലും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ചേച്ചി നൗലിനൊക്കെ. അങ്ങനെ നമ്മൾ നൗലിൽ നോക്കിയിരുന്ന് നൗലിന് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് ഭയങ്കര നാണവും അങ്ങനെയൊക്കെ. കണ്ട നാണമൊക്കെ എവിടെ നിന്നാണോ. ആൾ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്ന ഒരാളാട്ടോ. ഇങ്ങനെയൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ്. നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് ചേച്ചിയൊക്കെ നല്ല ബിസി ആയിരുന്നു കേട്ടോ. ബ്യൂട്ടീഷ്യനൊക്കെ നേരത്തെ വന്നതുകൊണ്ട് ചേച്ചി അങ്ങനെ ഹെയർ കെട്ടുക അതുപോലെ തന്നെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ബ്യൂട്ടീഷ്യന്. അപ്പോൾ ഡ്രസ്സിന് മാച്ചായ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ അവർ രണ്ടും ഡിസ്കസ് ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിവ്യ ഒരു കുഞ്ഞിക്കുരിപ്പ്. ഇവൾ വന്നിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് മൈലാഞ്ചി ഇട്ട് തരുമോ. കാര്യം മൈലാഞ്ചി ഇടാൻ അറിയത്തില്ലെങ്കിലും കുഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടും ഇവിടെയൊക്കെ കുറേ കുത്തൂത്തൊട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ കുത്തൂത്തൊക്കെ ഇട്ട് ആളെ പറ്റിച്ച് ഞങ്ങൾ പയ്യെ ഞങ്ങളുടെ ഗിഫ്റ്റൊക്കെ ചേച്ചിക്ക് കൊടുത്തു. അങ്ങനെ അൺപാക്ക് ചെയ്യുന്നതിൻ്റെ ക്യൂരിയോസിറ്റിയിലാണ് ചേച്ചി. സംഭവം ആൾക്ക് എന്താണെന്ന് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിലും എന്താണ് എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ചേച്ചിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം ചേച്ചി ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആയതുകൊണ്ട് ആൾക്ക് ഒരുപാട് ഇഷ്ടമായ ഫ്രെയിം. ഓൾറെഡി ആൾ ഒരു ഫ്രെയിം ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അത് തന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷം കേട്ടോ. കുറച്ച് ആക്സസറീസും കാര്യങ്ങളും ഒക്കെ അവർ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും കുറച്ച് ബിസി ആയതുകൊണ്ട് അവർക്കിതൊന്നും അൺപാക്ക് ചെയ്ത് നോക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അൺപാക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് വാങ്ങിച്ചത് അതൊക്കെ നമ്മൾ മാറ്റുമായിരുന്നു കേട്ടോ. പിന്നെ അവളിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കായിട്ട്. അപ്പോൾ അതൊക്കെ നൈസായിട്ട് അമ്മേനെ കൊണ്ട് ഇടിപ്പിച്ച് നോക്കി എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കുമായിരുന്നു നൗലി. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇത് ഇട്ടാൽ മതി എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. സമയം ഇപ്പോൾ ഒരു 11 മണി ആവാറായിട്ടുണ്ടായിരുന്നു. എന്തായാലും പോകാനുള്ള ടൈം ആയതുകൊണ്ട് എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് അറിയത്തില്ല, പതിവില്ലാതെ ഭയങ്കര സ്നേഹം അവൾക്കുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ ചേച്ചിയോട് ടാറ്റയൊക്കെ പറഞ്ഞു പയ്യെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി അവൾ കിടന്ന് എന്തോ ചെറിയൊരു വഴക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചിക്ക് ടാറ്റ കൊടുക്കാൻ വന്നതല്ല, എനിക്ക് ടാറ്റ കൊടുക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ടുള്ള അടിയാണ് കേട്ടോ അത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തായാലും നിങ്ങൾ ഇറങ്ങാമല്ലേ, വാ നമുക്ക് സ്റ്റേജൊക്കെ പോയി കണ്ടേച്ചും വരാമെന്ന് പറഞ്ഞു. എന്തായാലും എൻഗേജ്മെൻറ്റ് കൂടാൻ പറ്റാത്തതുകൊണ്ട് നമുക്കിന്ന് സ്റ്റേജ് കണ്ടേച്ചും പോകാമെന്ന് വിചാരിച്ചു. സ്റ്റേജ് എടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേജിലൊക്കെ പോയി കണ്ടു. ചേച്ചിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ഞാൻ സ്റ്റെപ്പ് കയറും എന്നുള്ള ചിന്തയിലായിരുന്നു ആൾ. എന്തായാലും സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ സ്റ്റേജൊക്കെ കണ്ട് ഡെക്കറേഷനൊക്കെ നോക്കിയിരുന്നു നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. കാര്യം നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിലെന്തെങ്കിലും പറയുമെന്നുള്ള പേടിയുണ്ടായിരുന്നു കേട്ടോ. കാര്യം നമ്മളൊന്നും വഴക്കൊന്നും പറഞ്ഞില്ലെങ്കിലും ചെറിയൊരു പേടി നല്ലതാണല്ലോ. പിന്നെ നമ്മൾ വൈകിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ പട്ടിഷവട്ടായി കാണുന്നത്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു. നമ്മുടെ ഫാമിലിയിലെ ഒരാളുടെ എൻഗേജ്മെൻറ്റ് പോലെ തന്നെയായിരുന്നു നമുക്ക് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.